ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ക്യാരറ്റ് പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയല്ലേ. അപ്പോൾ ഓണത്തിന് നമ്മൾ സദ്യ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കി സെർവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു അരമുറിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാനൊന്ന് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. അത് നമ്മൾ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം അളവ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുവാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അടുത്ത് ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ മുളക് ഒന്ന് 2ആയിട്ട് കീറിയതിന് ശേഷം ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 നുള്ളു കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-20 എണ്ണം കടുകേ കാണത്തുള്ളൂ. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് വന്നാൽ മാത്രം മതി. കടുക് നന്നായിട്ട് അരച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കടുക് നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിലേ നമ്മുടെ പച്ചടിക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അടുത്ത് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുക. പാനൊന്നും ഓണാക്കിയിട്ടില്ല. അതിലേക്ക് ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചെറുതായിട്ട് കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊത്തി അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതിയാവും. നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കഴിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. എല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏതാണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് വെന്തോന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്ത് നോക്കിയാൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ജസ്റ്റ് ആ ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. കാരണം ഈ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഈ സമയം കൊണ്ട് ഞാൻ നമ്മൾ ആ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ ഒരു അരക്കപ്പ് തൈരൂടെ ഒഴിച്ചിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് മാത്രം എടുത്തിട്ട് വരിക. തേങ്ങയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിത് ഏതാണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ തൈരുണ്ടല്ലോ, വിപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആ തൈര് നമ്മൾ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കാനേ പാടില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മളൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ സമയം നമ്മളിതിലേക്ക് ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണോ നോക്കുക. കാരണം തൈരൊക്കെ നമ്മൾ ചേർക്കുമ്പോഴേക്കും ഉപ്പൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടേതായിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഞാനിതാ കടുക് താളിക്കാൻ വെച്ചിട്ടുണ്ട്. താളിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ്. ആ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു 3-4 വറ്റൽമുളക് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ പച്ചടിയിലോട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.